ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ പ്രാദേശികമായിട്ടുള്ള ചില വിഷയത്തെ മുൻനിർത്തി BJP ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ വെള്ളപൂശുകയാണ്. അതിന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമെല്ലാം കൂട്ടുനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇന്നിപ്പോൾ രാജ്യം ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു വാർത്ത പുറത്തുവിട്ടു. ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യം നാണം കെട്ടുപോയി. ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി പണമാണ് BJPയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമാഹരിച്ചത് എന്ന് സുപ്രീം കോടതിയുടെ പുതിയ വിധി പ്രകാരം നമുക്കെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങേറ്റം അഴിമതി പണം ഉണ്ടാക്കുക, അത് ഉപയോഗപ്പെടുത്തിയിട്ട് ജനാധിപത്യം അട്ടിമറിക്കുക, അതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച വേണ്ട എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാട്. മറ്റൊന്ന്, പൗരത്വ നിയമത്തിൻ്റെ ചട്ടങ്ങൾ കൊണ്ടുവന്നതാണ്. CAA നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കേരളത്തിൽ കോൺഗ്രസിന് പ്രകടനം നടത്താനും സമരം നടത്താനൊക്കെ വലിയ ആവേശം കാണുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ കോൺഗ്രസ് അത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി എവിടെയുള്ളത്? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവന എന്തായിരുന്നു? മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ പഠിച്ചിട്ട് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. 2019 കൊണ്ടുവന്ന ഈ പൗരത്വ ഭേദഗതി അതിനകത്ത് ഇനിയും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷന് പഠിക്കേണ്ടതുണ്ട് എന്നത് തന്നെ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ തെളിവാണ്.